പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു സുന്ദരമായ ഒരു പകലിലാണ് ഞാൻ നിങ്ങളും ഉള്ളത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹറം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പറയാനുണ്ട് അല്ലേ? ഒരുപാട് നമ്മൾ കേട്ടതാണ്, അറിഞ്ഞതാണ്. പക്ഷേ ഈ മുഹറം മാസത്തിനുള്ള ചില പ്രത്യേകതകൾ അത് പലർക്കും അറിയില്ല. മുഹറം മാസത്തിൽ ചെയ്യേണ്ടത് പറയേണ്ടതൊക്കെ അറിയാം, പക്ഷെ മുഹറം മാസത്തിൻ്റെ പ്രത്യേകത അത് ഇൻഷാ അല്ലാഹ് ഇന്ന് വിശദമായി കേൾക്കാം. മുഹറം മാസം എന്തുകൊണ്ട് അല്ലാഹു തആല ഈ മാസത്തിന് ഇത്രമാത്രം പ്രത്യേകത കൊടുത്തു, മാത്രമല്ല മുഹറം മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ചുരുക്കി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ പരിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, അതിൻ്റെ സുന്ദരമായ സമയങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പുതിയ ഒരു വർഷം അല്ലേ, 1447 എന്ന പുതിയൊരു ഹിജ്റ വർഷം. ആ ഹിജ്റ വർഷം, ഈ ഒരു മാസം അല്ലാഹു തആല ഖൈറിൻ്റെ, ബറക്കത്തിൻ്റെ, സലാമത്തിൻ്റെ, റാഹത്തിൻ്റെ എല്ലാവിധത്തിലുള്ള നിഅമത്തും കിട്ടുന്ന നല്ല ഒരു മാസമാക്കി, വർഷമാക്കി അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ മുഹറം മാസത്തിലേക്ക് കടന്നല്ലോ. മുഹറം മാസത്തിൻ്റെ പവിത്രമായ ഒരു സുന്ദരമായ ഒരു പകലിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഈ മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠത, മുഹറം മാസത്തിൽ ചെയ്യേണ്ട കാര്യം, പറയേണ്ട കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മുഹറം മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്, അത് നമുക്ക് പലർക്കും അറിയില്ല. മുഹറം മാസം വരുമ്പോൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, നോമ്പ് പിടിക്കണം, ഖുർആൻ ഓതണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഈ മുഹറം മാസത്തിൻ്റെ പ്രത്യേകത എന്താ? കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ ജീവിക്കുന്ന ഭൂമിലോകം ഉണ്ടല്ലോ, ആകാശം, ഭൂമി, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന സസ്യങ്ങൾ, അതുപോലെ മഴ. ഇപ്പോൾ മഴക്കാലമാണ്, പല സ്ഥലത്തും നല്ല ശക്തമായ മഴ, പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ടുകൾ, അതുപോലെ തന്നെ സ്കൂളുകൾക്ക് അവധി, ചില താലൂക്കുകൾക്ക് സ്കൂളുകൾക്ക് അവധി ഒക്കെ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മളൊക്കെ വലിയ രൂപത്തിൽ വിഷമിക്കുകയും സങ്കടപ്പെടുകയും ചെയ്ത വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല അല്ലെ, അവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഉരുൾപൊട്ടൽ ഉണ്ടായി, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു അല്ലേ. 600-ലധികം വരുന്ന കുടുംബങ്ങൾ അനാഥമായി, എത്രയോ പള്ളികളും ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ വീടുകളും സ്ഥാപനങ്ങളും കടകളും മനുഷ്യരും അതുപോലെ മൃഗങ്ങളും ഒക്കെ ഒരുപാട് സങ്കടത്തിലായ, മരണപ്പെട്ടു പോയ, നശിച്ചുപോയ അല്ലെ, വസ്തുക്കളൊക്കെ നശിച്ചുപോയ ഒരുപാട് വാർത്ത നമ്മൾ വായിച്ചു. നമ്മളൊക്കെ വലിയ സങ്കടത്തിലായിരുന്നു. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് കണ്ട് ദുആ ചെയ്തവരാണ്. ഈ വർഷം അവിടെ ഉരുൾപൊട്ടൽ ചില ഭാഗത്തൊക്കെ ഉണ്ടായി, അതുപോലെ തന്നെ വെള്ളമൊക്കെ കുത്തി ഒലിച്ചു വരികയാണ്. അങ്ങനെ ഒരു സങ്കട വാർത്ത നമ്മളൊക്കെ കേട്ടവരാണ്. അല്ലാഹു തആല അവർക്കൊക്കെ വലിയ ഖൈറും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മുഹറം മാസത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ബറക്കത്തും അല്ലാഹു തആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. നമുക്ക് കിട്ടുന്ന മഴ അല്ലാഹു തആല ഖൈറിൻ്റെ മഴയാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷർറിൻ്റെ, അദാബിൻ്റെ മഴയെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവർ, ഈ മഴ, നമുക്ക് കിട്ടുന്ന മഴയുണ്ടല്ലോ, ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് മഴ വർഷിപ്പിച്ചത് ഒരു മുഹറം മാസത്തിലാണ്. അങ്ങനെ ഈ ലോകത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ അല്ലാഹു തആല ഈ ലോകത്തെ ഇങ്ങനെയാക്കിയത് തന്നെ ഒരു മുഹറം മാസത്തിലാണെന്നാണ്. ആകാശത്തെ അല്ലാഹു തആല പടച്ചത്, സൃഷ്ടിച്ചത് ഇതുപോലൊരു മുഹറം മാസത്തിലാണ്. ഭൂമിയെ അല്ലാഹു തആല പടച്ചത് മുഹറം മാസത്തിലാണ്. അല്ലാഹുവിൻ്റെ അർശ്, സിംഹാസനം, അല്ലാഹുവിൻ്റെ അർശ് കുലുങ്ങുന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അല്ലാഹുവിൻ്റെ അർശ് ഏറ്റവും വലിയ സൃഷ്ടികളിൽപ്പെട്ട ഒന്നാണ് അല്ലാഹുവിൻ്റെ അർശ്. ആ അർശ് അതൊക്കെ കാണാൻ അല്ലെ, അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹു തആല ആ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ അല്ലാഹുവിൻ്റെ അർശ്, ആ അർശ് അല്ലാഹു തആല സൃഷ്ടിച്ചത് ഇതുപോലൊരു മുഹറം മാസത്തിലാണ്. അതുപോലെ തന്നെ നരകത്തെ സൃഷ്ടിച്ചത്, സ്വർഗത്തെ സൃഷ്ടിച്ചത്, സ്വർഗം അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ കടക്കാൻ തൗഫീഖ് തരട്ടെ. ആ സ്വർഗത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ഇതുപോലൊരു മുഹറം മാസത്തിലാണ്. ഭൂമി അല്ലാഹു തആല സൃഷ്ടിച്ചതും ഇതുപോലെ സംവിധാനിച്ചതും, ഭൂമിയിൽ ആദ്യമായി സസ്യം മുളച്ചതും മഴ പെയ്തതും ഒക്കെ, അതായത് യൗമുസ്സീന എന്നാണ് ഈ മുഹറം മാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ മുഹറം 10, ആഷുറ. അന്നത്തെ ദിവസത്തെ പറ്റി പറയുന്നത് യൗമുസ്സീന എന്നാണ്. അതായത് മുഹറം മാസത്തിൻ്റെ പ്രത്യേകതയിൽ
എടുത്തു നോക്കിയാൽ ലോകത്തെ അല്ലാഹു തആല ഇങ്ങനെ ഒരു സുന്ദരമായ, നമുക്ക് കണ്ണിന് നയനാനന്ദകരമായ ഒരു സംവിധാനമാക്കി അല്ലാഹു തആല മാറ്റിയത് ഇതുപോലൊരു മുഹറം മാസത്തിലാണ്. തീർന്നോ? ഇല്ല. ഒരുപാട് പ്രവാചകന്മാരുണ്ടല്ലോ. പ്രവാചകന്മാർ 1,24,000-ഓളം പ്രവാചകന്മാരുണ്ട്. അല്ലാഹു തആല അവരുടെ കൂടെയൊക്കെ സ്വർഗത്തിൽ കിടക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ഓരോ പ്രവാചകന്മാരുടെ ജീവിതം എടുത്തു നോക്കിയാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം, എന്തെങ്കിലും ഒരു സഹായം ഒക്കെ ഉണ്ടായ ഒരു മാസം കൂടി നോക്കിയാൽ അത് മുഹറമാണ്. എടുത്തു നോക്കിയാൽ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടു എവിടെ? ജൂതി പർവ്വതത്തിൽ. അതും ഇതുപോലൊരു മുഹറം മാസത്തിലാണ്. അതുപോലെ തന്നെ മഹാന്മാരായ പ്രവാചകന്മാർ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടത്, അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ടത്, അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത്. ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് ഒരുപാട് സംഭവ വികാസങ്ങൾ ഈ മുഹറം മാസത്തിൽ സംഭവിച്ചതായി നമുക്ക് കാണാം. ഇതൊക്കെ മഹാനായ ഇമാം ഗസാലി തങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല കണ്ണിന് കാഴ്ച തിരിച്ചു കൊടുത്തു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിൽ മോചിതനായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതുപോലെ 16 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ അവരുമായി ചെങ്കടൽ മുറിച്ചു കടന്നത് ഇതുപോലൊരു മുഹറം മാസത്തിലാണ്. അതുപോലെ ഫിർഔനിനെ അല്ലാഹു തആല മുക്കിക്കൊന്നു. പ്രവാചകന്മാർക്ക് വിജയം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് ഈ ദുനിയാവിൽ ജീവിച്ച അഹങ്കാരികളായ ആളുകൾ അല്ലാഹു തആല നശിപ്പിച്ചതും ഇതുപോലൊരു മുഹറം മാസത്തിലാണ്. ഫിർഔനിനെയും 6 ലക്ഷത്തോളം വരുന്ന അവൻ്റെ പട്ടാളക്കാരെ അല്ലാഹു തആല നശിപ്പിച്ചത് ഇതുപോലെ ഒരു മുഹറം മാസത്തിലാണ്. അതുപോലെ തന്നെ ഈ അബ്രഹത്ത് എന്ന് പറയില്ലേ, അബ്രഹത്ത്, നമ്മളൊക്കെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫീൽ ഓതുന്നവരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ എന്ന് പറയുന്ന സൂറത്തുൽ ഫീൽ ഇല്ലേ, അതിൽ പറയപ്പെടുന്ന അബ്രഹത്ത്, ആ അബ്രഹത്ത് വിശുദ്ധമായ കഅബയെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആയിരക്കണക്കിന് വരുന്ന പടയാളികളും അതുപോലെ തന്നെ നൂറുകണക്കിന് വരുന്ന ആനകളുമായിട്ട് കഅബയെ ലക്ഷ്യമാക്കി വന്നപ്പോൾ ചെറിയ അടക്കാക്കുരുവിയെ കൊണ്ട്, അതായത് അബാബിൽ പക്ഷികളെ കൊണ്ട് അല്ലാഹു തആല നശിപ്പിച്ച് കളഞ്ഞത് പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ഒരു 17ാമത്തെ ദിവസമാണ്. അതുപോലെ അല്ലാഹു തആല ഒരുപാട് പ്രവാചകന്മാർ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗം മാറി. അതുപോലെ തന്നെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്ത് പണിയുന്നത്? ബൈത്തുൽ മുഖദ്ദസ് പണിയുന്നത്. അത് പരിശുദ്ധമായ ഒരു മുഹറം മാസത്തിൻ്റെ 16ാമത്തെ ദിവസമാണ്. തൗറാത്ത് മൂസാ നബി, ഇഞ്ചീൽ ഈസാ നബി, സബൂർ ദാവൂദ് നബി, ഖുർആൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖുർആൻ ഒഴിച്ച് ബാക്കി 3 ഗ്രന്ഥങ്ങളും തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഇത് 3ഉം അല്ലാഹു തആല അതാത് പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്തതും ഇതുപോലെ ഒരു മുഹറം മാസത്തിലാണ്. എന്താ ഇപ്പോൾ മുഹറം മാസം മോശമാണെന്നൊക്കെ പറയുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ അതിനെപ്പറ്റി എന്താ പറയുക, കൂടുതൽ അറിവില്ലാനിട്ടാൻ, അവരെ നമ്മൾ കുറ്റം പറയുമല്ല, അറിവില്ലാനിട്ടാൻ. ഇത് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ സുന്ദരമായ ഒരു ദിവസമാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നു മുതലേ തുടങ്ങിക്കോ. പുതിയൊരു വർഷം, പുതിയൊരു മാസം നമ്മളിലേക്ക് വന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നോമ്പ് പിടിക്കാൻ പറ്റുന്നവരെ നോമ്പ് പിടിച്ചോ. മുഹറം 9, 10 മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നോമ്പ് പിടിക്കാം. വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളുണ്ടല്ലോ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശദീകരിച്ച ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസം, അതിൽ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടവരാണ്. അപ്പോൾ അവിടെ ഒരു ചർച്ച നടക്കുന്നത് ഈ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് അല്ലാഹു തആല പറഞ്ഞതിൽ 10 രാത്രികളെ പിടിച്ച് അല്ലാഹു സത്യം ചെയ്യുന്നുണ്ട്. അത് റമളാനിൻ്റെ അവസാനത്തെ 10 രാത്രിയാണെന്ന് ഒരഭിപ്രായം. അതുപോലെ അതല്ല, ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസമാണെന്ന് മറ്റൊരു അഭിപ്രായം. എന്നാൽ വേറെ കുറേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നാണ്. എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ ആ 10 ദിവസത്തിൽ ഒരു ദിവസത്തിലല്ലേ ഉള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നോമ്പ് മുഹറം 1 മുതലേ നമുക്ക് പിടിക്കാം. ഇനി മുഹറം 2 ആവട്ടെ, 3 ആവട്ടെ, 4 ആവട്ടെ, ഏത് ദിവസവും നമുക്ക് നോമ്പ് പിടിക്കാം. മുഹറം മുഴുവനും നമുക്ക് നോമ്പ് പിടിക്കാം. മുഹറം 9, 10 എങ്കിലും നോമ്പ് പിടിച്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, അതായത് റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു മാസം, നോമ്പ് പിടിക്കാൻ പറ്റിയ മാസം മുഹറം മാസമാണ്. ഇങ്ങനെ എത്രയോ നേട്ടമാണ്, എത്രയോ സുന്ദരമായ പവിത്രതയുള്ള മാസം, പ്രവാചകന്മാർക്ക് അല്ലാഹു തആല അനുഗ്രഹം കൊടുത്ത മാസമല്ലേ. ആ മാസത്തെ പറ്റിയാണ് പലരും പറയുന്നത് ഇത് കൊള്ളൂലാത്ത മാസമാണ്. അത് കാരണം പഴയ കാരണവന്മാരിൽ ആരൊക്കെയോ അവരുടെ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി പറഞ്ഞതാവാം. പുതിയ വസ്ത്രം വാങ്ങാൻ പാടില്ല, തയ്ക്കാൻ കൊടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങാൻ പാടില്ല, അതുപോലെ തന്നെ വീടിന് തറക്കല്ലിടാൻ പാടില്ല, വീട് താമസിക്കാൻ പാടില്ല, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ. അതൊന്നുമില്ല. അങ്ങനെ ഒരു ഹദീസിലോ കിതാബിലോ ഒന്നുമില്ല.
അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അള്ളാഹുവിൽ തവക്കുലാക്കി. അതാണ് ഈ മുഹറം മാസത്തിൻ്റെ ഈ ദിവസത്തിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ മുറുകെ പിടിച്ചോ, എപ്പോഴും അത് പറഞ്ഞോ. ഒരു വസ്വാസം നമുക്കുണ്ടാവില്ല, ഒരു വസ്വാസം ഉണ്ടാവില്ല. കാരണം അതായത് നബിതങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ മാസമാണ് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാന്റെ മാസം മുഹറം. വേറൊരു മാസത്തെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ റജബുൻ ഷഹറുല്ലാ എന്ന് മറ്റൊരു ഹദീസിലുണ്ട്. അത് അതിന് ശ്രേഷ്ഠതയുള്ളത് കൊണ്ടാണ്. പിന്നെയോ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം, ഖുർആനിൽ അല്ലാഹു തആല ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞ മാസം, പ്രവാചകന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത മാസം, ഒരുപാട് അഹങ്കാരികൾ അല്ലാഹു തആല നശിപ്പിച്ച മാസം. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു മാസമാണ് മുഹറം. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ മുഹറം മാസത്തിൽ ഒരുപാട് ദിക്റുകൾ അധികരിപ്പിക്കണം കേട്ടോ. കാരണം ദിക്റുകൾ കൊണ്ട് രക്ഷപ്പെട്ടവരാണ് പ്രവാചകന്മാർ അല്ലേ. യൂനുസ് നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പിന്നെ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനൊക്കെ വെച്ച് നോക്കാൻ വേറെ ദിക്റില്ല. അപ്പോൾ പരമാവധി ദിക്റുകൾ അധികരിപ്പിക്കുക. സൂറത്തുൽ ഇഖ്ലാസ് ഒരുപാട് വട്ടം ഓതുക, ആയത്തുൽ കുർസി ഒരുപാട് വട്ടം ഓതുക. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന സൂറത്തുകൾ അദ്കാറുകളൊക്കെ നമ്മൾ ഒരുപാട് വട്ടം പറയുക. പ്രത്യേകമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹ്, ഈ മുഹറം അല്ലാഹു തആല എല്ലാവിധ ബറക്കത്തും സലാമത്തും കിട്ടുന്ന ഒരു മാസമാക്കി, ഒരു വർഷമാക്കി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മുഹറം മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, നന്മ ചെയ്താൽ ഒരുപാട് ഇരട്ടി നന്മ. ഞാൻ ഓതിയ ആയത്തിൻ്റെ തഫ്സീറിൽ, അതായത് തഫ്സീർ ഇബ്നു കസീറിലൊക്കെ വിശദമായി പറയുന്നുണ്ട്. എന്ത്? ഈ മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സുബ്ഹാനല്ലാഹ്ക്ക് അല്ലാഹു തആല മറ്റു മാസങ്ങളിൽ പറയുന്ന സുബ്ഹാനല്ലാഹയേക്കാൾ കൂടുതൽ പ്രതിഫലം തരും. അതോടൊപ്പം തന്നെ മുഹറം മാസത്തിൽ ചെയ്യുന്ന ഒരു തെറ്റിന് അല്ലാഹു തആല മറ്റു മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തെറ്റിനേക്കാൾ ഗുരുതരമാണ്, അള്ളാഹു ശിക്ഷ കൂടുതലാക്കി തരുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നന്മകൾ ഒരുപാട് വർദ്ധിപ്പിക്കാൻ ഈ പരിശുദ്ധമായ മുഹറം മാസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഹറം മാസത്തിന്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തെല്ലാം അമലുകളാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് നമുക്കൊന്ന് നോക്കിയാലോ. അതായത് മുഹറം മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട, പുതിയൊരു വർഷമാണല്ലോ, അധികരിപ്പിക്കേണ്ട ഒരു സുന്നത്താണെന്ത്? സലാം അധികരിപ്പിക്കുക. എല്ലാവരോടും സലാം പറയുക. അതായത് സലാം പറയാൻ പറ്റുന്ന അന്യ പുരുഷന്മാരോട്, അന്യ സ്ത്രീകളോട് പറയണമെന്നല്ല. നമുക്കിപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ എത്രയോ ആളുകൾ കാണുന്നു. വീട്ടിൽ ഉമ്മമാർ തന്നെ എത്രയോ ആളുകൾ മൂത്തുമാനെ ഫോൺ വിളിക്കും, എളിയമാനെ ഫോൺ വിളിക്കും, അല്ലെങ്കിൽ അവരെ ഫോൺ വിളിക്കും, ഇവിടെ ഫോൺ വിളിക്കും. ഫോണൊക്കെ വിളിക്കുന്ന സമയത്ത് സലാം പറഞ്ഞിട്ട് തുടങ്ങുക. അതൊക്കെ ഒരു പുതിയ ശീലം നമ്മൾ മുഹറം മാസത്തിൽ തുടങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകം ദിക്റിൻ്റെ മജ്‌ലിസൊക്കെ പങ്കെടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഗ്രൂപ്പിൽ അൽഹംദുലില്ലാഹ് മഗ്‌രിബിക്ക് ശേഷം ഒരു ദിക്റിൻ്റെ സ്വലാത്തിൻ്റെയൊക്കെ മജ്‌ലിസ് ഉണ്ട്. അതിലൊക്കെ പ്രത്യേകം പങ്കെടുക്കുക. അതിലൊക്കെ ദുആ, ഒരുപാട് ആളുകൾ ആമീൻ പറയുന്ന ഒരു മജ്‌ലിസാണ്. അപ്പോൾ അതിലൊക്കെ വലിയ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. ആ മജ്‌ലിസൊക്കെ പങ്കെടുക്കുക. പിന്നെ പറ്റുന്നതുപോലെ ജനങ്ങൾക്ക് സ്വതക കൊടുക്കുക. അതിൽപ്പെട്ടതാണ് ഭക്ഷണ പാനീയങ്ങൾ കൊടുക്കുക. പറ്റുന്നവർ അങ്ങനെ കൊടുക്കുക. പിന്നെയോ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക. യതീമായ കുട്ടികളെ സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ സഹായിക്കുക. ഇനി ഒന്നും യതീമായ മക്കൾക്ക് കൊടുക്കാനില്ലെങ്കിൽ വെറുതെ ഒന്ന് കൈയൊന്ന് തലോടിയാൽ പോലും നമുക്കെന്താണ് പ്രതിഫലമാണ്. പിന്നെ ഈ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ ഒന്ന് സന്ദർശിക്കൽ പ്രത്യേകം നല്ലതാണ്. മുഹറം 1 to 10 വരെ ഒരു സുന്നത്ത് രോഗിയെ സന്ദർശിക്കലാണ്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ അയൽവാസികൾ ആരെങ്കിലുമൊക്കെ രോഗികളായി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ പോയി സന്ദർശിക്കലും വളരെയധികം പ്രത്യേകം നമ്മൾ ഈ ഒരു ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സുന്നത്താണ്. പിന്നെ നോമ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിന് ശേഷം എനിക്ക് സുന്നത്ത് നോമ്പ് പിടിക്കാൻ വലിയ ആഗ്രഹമുണ്ട്, ഞാൻ ഏത് മാസം തിരഞ്ഞെടുക്കും എന്ന് ഒരു സ്വഹാബി വന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത് അത് മുഹറം മാസമാണ്. മുഹറം മാസത്തിലാണ് റമളാനിന് ശേഷം അല്ലെ അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, പരിശുദ്ധമായ മുഹറം മാസമാണ്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നോമ്പ് പിടിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ മാസം. അത് അല്ലാഹു തആല ആദം നബിയുടെ തൗബ സ്വീകരിച്ച മാസമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ജനങ്ങളുടെ തൗബ സ്വീകരിക്കും, വേഗത്തിൽ ദുആ സ്വീകരിക്കുന്ന, വേഗത്തിൽ അമലുകൾ സ്വീകരിക്കുന്ന ഒരു മാസമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഫതുഹുൽ മുഈനിൽ പറയുന്നു, പരിശുദ്ധമായ റമളാനിന് ശേഷം നോമ്പ് പിടിക്കൽ
ഏറ്റവും പുണ്യമുള്ള മാസങ്ങൾ അത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്. അതായത് റമളാനിന് ശേഷം നോമ്പ് പിടിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാസങ്ങൾ അത് 4 മാസങ്ങൾ. ഏത്? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതുപോലെ റജബ്. ഈ 4 യുദ്ധം കൊണ്ട് ഹറാമാക്കപ്പെട്ട മാസങ്ങളിലാണ് റമളാനിന് ശേഷം നോമ്പ് പിടിക്കൽ ഏറ്റവും പുണ്യമായിട്ടുള്ളത്. ഈ 4 മാസങ്ങളിൽ തന്നെ മുഹറം മാസമാണ് 1-ാം സ്ഥാനമെന്ന് ഫതുഹുൽ മുഈൻ നമുക്ക് കാണുവാൻ സാധിക്കും. മുഹറം മാസത്തിലെ നോമ്പ് അതിപ്രധാനപ്പെട്ട ശക്തിമത്തായ സുന്നത്താണെന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് കിതാബുകളിൽ ഈ മുഹറം മാസത്തിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. മുഹറം 1 മുതൽ 30 വരെ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അതിൽ പ്രധാനപ്പെട്ടത് മുഹറം 1 മുതൽ 10 വരെ. അതിൽ പ്രധാനപ്പെട്ടത് മുഹറം 9, 10. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം 10. ഒന്നുകിൽ മുഹറം 1 മുതൽ 30 വരെ നോമ്പ് പിടിക്കാം, അല്ലെങ്കിൽ മുഹറം 1 മുതൽ 10 വരെ, അല്ലെങ്കിൽ മുഹറം 9, 10. അതിലും ശ്രേഷ്ഠമായത് മുഹറം 10. മുഹറം 10ൻ്റെ നോമ്പ് ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ മുടക്കാൻ പാടില്ല. മുടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിപ്രധാനപ്പെട്ട നോമ്പാണ്. അപ്പോൾ ആ കാര്യമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നോമ്പിൻ്റെ നിയ്യത്തിനാണെന്ന് ഓടിച്ച് പറയാം. ഇപ്പോൾ മുഹറം 1-ന് നമ്മൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ മുഹറം 1-ൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു, അല്ലെങ്കിൽ മുഹറം മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. മുഹറം 2-നാണെങ്കിൽ മുഹറം 2-ൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു, അല്ലെങ്കിൽ മുഹറം മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ്. അങ്ങനെ ഏത് നിയ്യത്ത് വെച്ചാലും കുഴപ്പമില്ല. പിന്നെ ഏത് നിയ്യത്ത് വെക്കുമ്പോഴും നമ്മൾ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർളായ നോമ്പും കൂടി ഇതിനോട് ഞാൻ ഖളാ വീട്ടുന്നു എന്നും നമുക്ക് നിയ്യത്ത് വെക്കാം. പിന്നെ പിടിക്കുന്ന ദിവസം ഏതെങ്കിലും തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ആണെങ്കിൽ തിങ്കളാഴ്ചയിലെ സുന്നത്തായ നോമ്പും അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു, അല്ലെങ്കിൽ വ്യാഴാഴ്ചയിലെ സുന്നത്തായ, അങ്ങനെ ആ ഒരു ദിവസത്തെ നമ്മൾ കരുതിയാൽ 3 നോമ്പിൻ്റെ കൂലി നമുക്ക് കിട്ടും. അപ്പോൾ മറന്നു പോവേണ്ട, നിയ്യത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുഹറം 1 മുതൽ 10 വരെ ഒരു ദുആ നമ്മൾ പ്രത്യേകം പറയൽ സുന്നത്താണ്. ഒരു ദുആ നമുക്കറിയാം, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. മുഹറം 1 മുതൽ 10 വരെ എല്ലാ ദിവസവും 3 പ്രാവശ്യം വെച്ച് ഒരു മനുഷ്യൻ ഇനി ഞാൻ പറയാൻ പോകുന്ന ദുആ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവനിക്ക് ഈ വർഷം തന്നെ ശൈത്വാന്റെ ഷർറിനെ തൊട്ടുള്ള കാവലുണ്ടാകും. പിശാചി ബാധ അവന് കേൾക്കൂല, വസുവാസ രോഗം ഉണ്ടാവില്ല, ഒരുപാട് ഖൈറാത്തുകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഏതാണ് ആ ഒരു ദുആ എന്ന് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس اللمارة بالسوء والاستغال بما يقربني ഇലൈക സുൽഫാ. അതിപ്രധാനപ്പെട്ട ഒരു ദുആയാണ് ഇത്. മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എല്ലാ ദിവസവും 3 പ്രാവശ്യം, എപ്പോൾ വേണമെങ്കിലും 3 പ്രാവശ്യം ഈ ഒരു ദുആ പറഞ്ഞാൽ ശൈത്വാന്റെ ഷർറിനെ തൊട്ട് നമുക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബത്തിനോ ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാവില്ല. അപ്പോൾ ഏതാണ് ആ ദുആ? കേട്ടോ, ഇതിന്റെ ഏകദേശം അർത്ഥം വരുന്നത് അല്ലാഹുവേ അന്തൽ അബദിയുൽ ഖദീമുൽ അവ്വൽ വ അലാ ഫദ്ലിക്കൽ അലീം വ ജൂദിക വ കറമിക്കൽ മുഅവ്വൽ. അല്ലാഹുവിനെ വാഴ്ത്തുന്നു, അല്ലാഹുവിനെ പുകഴ്ത്തുന്നു. അല്ലാഹുവിനെ ഇഷ്ടമുള്ള അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അല്ലാഹുവിനെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ പടച്ചവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അല്ലാഹുവിനെ ആദ്യം പുകഴ്ത്തുന്നു, എന്നിട്ട് പറയുന്നു റബ്ബേ ഇത് ഞങ്ങളുടെ ഒരു പുതിയ വർഷമാണ്, ഇതൊരു പുതിയ മുഹറം അടങ്ങുന്ന ഒരു പുതിയ വർഷം ഞങ്ങളിലേക്ക് വരുന്നു. ശൈത്വാന്റെ ഷർറിനെ തൊട്ട് റബ്ബേ നീ ഞങ്ങൾക്ക് കാവൽ തരണേ അല്ലാ. മോശപ്പെട്ട ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ നിന്നും കളയണേ അല്ലാ. അതുപോലെ തന്നെ മോശപ്പെട്ട കാഴ്ചകൾ, മോശപ്പെട്ട കേൾവികൾ എല്ലാം നീ തടയണേ റഹ്മാനെ. മാത്രമല്ല ശപിക്കപ്പെട്ട പിശാചിൽ നിന്നുള്ള എല്ലാ വഴികളും ഞങ്ങളുടെ മേൽ നീ അടച്ചു കളയണേ അല്ലാ. ശൈത്താന്റെ ഷർറിനെ തൊട്ട് കാവൽ നൽകണേ അല്ലാ എന്നർത്ഥം വരുന്ന ഈ ഒരു ദുആ. അപ്പോൾ ഇൻഷാ അല്ലാ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ 3 പ്രാവശ്യം വെച്ച് നമ്മൾ മറന്നു പോവാൻ പാടില്ല. ഒന്നുകൂടി നമുക്ക് ദുആ പറഞ്ഞാലോ?
اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائي والعون على هذه النفس الأمارة بالسوء والاشتغال بما يقربني إليك زلفى. അല്ലോ ഉസ്താദ്, ഇത് ഭയങ്കര വലുതാണല്ലോ. വളരെ ചെറുതാണ്, ഇത് കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് വെറുതെ നോക്കി ഒന്ന് ഓതിയാൽ മതി. നോക്കി ഒരു 3 പ്രാവശ്യം ഓതിയ. ആദ്യത്തെ പ്രാവശ്യം ഇച്ചിരി തപ്പും തടലും ഉണ്ടാവുള്ളൂ. പിന്നെ 2 പ്രാവശ്യം നമുക്ക് സിമ്പിളായിട്ട് ഓതാം. മുഹറം 1-10 എല്ലാ ദിവസവും 3 പ്രാവശ്യം വെച്ച് ഒന്നുകൂടെ ഓതാം. അല്ലാഹുമ്മ അന്തൽ അബദിയുൽ ഖദീമുൽ അവ്വൽ വഅലാ ഫളികൽ അലീമി വജൂദിക വകറമികൽ മുഅവ്വൽ വഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ അസ്അലുകൽ ഇസ്മത ഫീഹി മിനശ് ശൈത്വാനി വഔലിയാഇ വൽഔന അലാ ഹാദിഹി النفس الأمارة بالسوء والاشتغال بما يقربني إليك زلفى. അപ്പോൾ ഈ ദുആ മറന്നു പോവണ്ട. അപ്പോൾ ഈ ഒരു ദുആ മുഹറം 1-10 വരെയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു അമലിൽ ഒന്ന് ഈ ദുആ നമ്മൾ എല്ലാ ദിവസവും 3 പ്രാവശ്യം ആവർത്തിക്കുക. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ, ദുആ അധികരിപ്പിക്കണേ. ഏത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ദുആ മറന്നു പോവണ്ട. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതൊക്കെ പരിശുദ്ധമായ മുഹറം മാസം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ദുആകളാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ആ ഒരു ദുആ, അതൊരു ഇസ്തിഗ്ഫാറാണ്, അതൊരു ദുആയാണ്, അതൊരു ദിക്റാണ്. പിന്നെ അറിയാവുന്ന സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത്, അതുപോലെ തന്നെ നമ്മൾ അദദു സ്വലാത്ത്, സ്വലാത്തുൽ ഫിർദൗസിയ, സ്വലാത്തുൽ ഫാത്തിമിയ, അതുപോലെ സ്വലാത്തു തിബ്ബ്, അരിയ സ്വലാത്ത്, അറിയാവുന്ന സ്വലാത്തുകളൊക്കെ വാരിക്കോരി അങ്ങോട്ട് പറഞ്ഞു. കാരണം ഒരു സ്വലാത്തിന് ഒരുപാട് സ്വലാത്തിന്റെ കൂലി കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന മാസമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുഹറം മാസത്തിന്റെ പ്രത്യേകതകൾ, അതിന്റെ ശ്രേഷ്ഠതകളൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാം, എങ്കിലും ഒന്ന് ഉണർത്തി തന്നതാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറന്നു പോവണ്ട. അപ്പോൾ ആ ദുആയൊക്കെ ഒന്നുകൂടി നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. അല്ലാഹു തആല എന്തൊക്കെ നമ്മൾ സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം ഒട്ടും കുറയാതെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധുമിത്ര എല്ലാവർക്കും അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വർഷം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട ഒരു വർഷമാക്കി മാറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി പേരാണ് ഉസ്താദേ ദുആരക്കണേ, ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ദുആ വസിയത്ത് പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ വായിച്ചിട്ട് തീരുന്നില്ലാത്ത തരത്തിലാണ് ഒരുപാട് പേര് കമന്റ് എഴുതുന്നത്. ഒരുപാട് ബുദ്ധിമുട്ട്, പ്രയാസം, സങ്കടം, ദുഃഖം, രോഗങ്ങൾ. അല്ലാഹു പടച്ചവൻ ആരൊക്കെ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാം നിനക്കറിയാം. ആരൊക്കെ എന്തൊക്കെയാണ് ദുആ വസിയത്ത് പറഞ്ഞതെന്ന് നിനക്കറിയാം. എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ ഖൈറും സലാമത്തും റാഹത്തും ഇസ്സത്തും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ ഖൈർ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ ഒരു മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആഖിറം നീ വെളിച്ചമാക്കി തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.